കരുണാമുരളീധാര മനസ്സി നിറയ്ക്കുക കണ്ണ കരുണാമുരളീധാര. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ വർഷത്തെയും ശ്രീകൃഷ്ണ ജയന്തി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇന്ന് ഞാൻ വീഡിയോ എടുത്തത്. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയൊക്കെ വേഷങ്ങൾ അണിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ ശ്രീകൃഷ്ണ ജയന്തി കാണാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഒരുപാട് കൃഷ്ണന്മാരും ഒരുപാട് രാധമാരും ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ സെക്കൻഡുകളും മിനിറ്റുകൾക്കുള്ളിലും ഒരുപാട് രാധയും കൃഷ്ണനും അവിടെ മൊത്തം ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും കൃഷ്ണമയം ആണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്മയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയത്താണ് പ്ലോട്ട്, ഒരു കൊക്കിൻ്റെ പ്ലോട്ട് പോകുന്നു. അതായത് ഒരു രാക്ഷസൻ്റെ ഒരു കഥയാണ് അതിൻ്റെ പുറത്തുള്ളത്. ശ്രീകൃഷ്ണനെ വധിക്കാൻ വരുന്ന രാക്ഷസൻ്റെ കഥ. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൃഷ്ണന്മാരും രാധമാരും ഒക്കെയുള്ള ഒരു ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാം സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാട്ടിൻ്റെ വോയിസ് കൊടുക്കാത്തത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ എല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. മ്യൂട്ട് ചെയ്യാതെ യാതൊരു രക്ഷയില്ല. അപ്പോൾ എവിടെ നോക്കിയാലും കൃഷ്ണമയവും വളരെ എന്താ പറയുക, ആ ഒരു പരിസരത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മനസ്സിനൊരു സുഖം കിട്ടും എന്ന് എനിക്ക് തോന്നി. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം കൃഷ്ണമയമായിരുന്നു അവിടെ. അങ്ങനെ സമയമാകും തോറും കൃഷ്ണന്മാരുടെയും രാധമാരുടെയും എണ്ണം കൂടി വന്നു. ഏകദേശം പ്രോഗ്രാമൊക്കെ തുടങ്ങാറായി. അപ്പോഴും ഇവിടെ ഈ ഒരു ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയമായപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങാടിയിലേക്ക് കുറച്ച് അങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ അവിടെയാണ് ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലാണ് എല്ലാം ഒത്തുചേർന്നത്. ഇവിടെ നിന്ന് ഈ കുട്ടികളും അമ്മമാരും അടങ്ങുന്ന അമ്മമാരും മറ്റുള്ള നടത്തുന്ന ഒരുപാട് ആളുകൾ ചേർന്നിട്ട് അവിടുന്ന് ഘോഷയാത്രയായിട്ട് ഈ ജംഗ്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ജംഗ്ഷനിലെത്തിയപ്പോഴാണ് അവിടെ ഇതേപോലുള്ള പ്ലോട്ടുകളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എടുത്തിട്ട് ആദ്യം സെറ്റാക്കി വെച്ചു. എന്തായാലും ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ഒരുപാട് നന്നായിരുന്നു. ഇതാണ് നേരത്തെ പോയ കുക്കിൻ്റെത്. അതായത് ഇതൊരു രാക്ഷസൻ്റെ ഒരു വധമാണ്. കൃഷ്ണനെ വധിക്കാൻ വരുന്ന ഒരു രാക്ഷസനാണത്. പിന്നെ അങ്ങനെ ഒരുപാട് പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഘോഷയാത്രയായിട്ട് ആ ഒരു സ്ഥലത്ത് നിന്നും ഘോഷയാത്രയായിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ഏറ്റവും മുമ്പിലുള്ളത് ഭാരതാംബയ്ക്ക് പിന്നിൽ കൃഷ്ണന്മാരും രാധമാരും മറ്റുള്ള ആളുകളും ഒക്കെ അണിനിരന്നിട്ടുള്ള ഘോഷയാത്രയാണ് ഈ ജംഗ്ഷനിലേക്ക് വരുന്നത്. ഒരുപാട് കുഞ്ഞു കൃഷ്ണന്മാരും കുട്ടിക്കൃഷ്ണന്മാരും രാധമാരും ഒക്കെ വളരെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. ആ പിഞ്ചു മനസ്സിലും കൃഷ്ണൻ്റെ ആ ഒരു കൃഷ്ണനാകാനുള്ളൊരു മോഹമുണ്ടല്ലോ, അതുതന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ളൊരു സമയമാണ് അതൊക്കെ. എല്ലാവർക്കും കൃഷ്ണൻ്റെ
അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അമ്മമാർക്കും എല്ലാ ചേട്ടന്മാർക്കും എല്ലാവർക്കും കൃഷ്ണൻ്റെ അനുഗ്രഹം ഒരുപാട് കിട്ടട്ടെ. അങ്ങനെ ഘോഷയാത്ര എന്ന് പറയുമ്പോൾ ഒരു വലിയ ഘോഷയാത്ര തന്നെയാണ് കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഷോർട്ടാക്കി ഇടുന്നതെന്ന് മാത്രം. ഒരുപാട് ആളുകൾ, ഒരുപാട് നന്നായി എണ്ണാൻ പറ്റാത്ത രീതിയിലാണ്. ഒരുപാട് കുട്ടി കൃഷ്ണന്മാരും കുട്ടി രാധന്മാരൊക്കെ, എന്താ ഭംഗി കാണാൻ. ഈ വർഷത്തെ മുമ്പ് ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണിക്ക് പോയിരുന്നു. അപ്പോൾ ആ ഒരു വർഷത്തേക്കാളും അതിഗംഭീരമായിട്ടാണ് ഈ വർഷം ഇവർ ആഘോഷിക്കുന്ന ഒരുപാട് നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൃഷ്ണൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. അതുകൂടെ ഈ അവസരത്തിൽ ഞാൻ പറയാണ്. ഘോഷയാത്രയായിട്ട് നടന്നു പോകുമ്പോൾ നല്ല അതിമനോഹരമായി കേൾക്കാൻ നല്ല രസമുള്ള ഭജനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അപ്പുറത്ത് ഈ ഡാൻസിന് വേണ്ടിയിട്ടിട്ട പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് മൊത്തമായിട്ടും മ്യൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഭജൻസ് ഒന്നും കേൾക്കാത്തത്. അതാണ് കാളിയമർദ്ദനത്തിൻ്റെ ഒരു പ്ലോട്ട് അതാ പോകുന്നു. അതും മറ്റൊരു പ്ലോട്ടാണ്. പിന്നെ അത് കൊക്ക് അത് മുമ്പ് തിരിച്ച് വന്നായിരുന്നു. അതിൻ്റെ ബാക്കിൽ നിന്ന് വീണ്ടും മുന്നോട്ട് വന്നതാണ്. ഏറ്റവും കുഞ്ഞു മനസ്സിലും കൃഷ്ണൻ്റെ ആ ഒരു എന്താ പറയുക, കൃഷ്ണൻ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് ഓരോ മനസ്സിലും. ചെറിയ പിഞ്ചു കുട്ടികളുടെ മനസ്സിൽ പോലും കൃഷ്ണൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുക എന്ന ഒരു ദിവസമാണ് കേട്ടോ അത്. പിന്നെ വേറൊരു കാര്യം, വ്രതം എടുത്തുകൊണ്ടാണ് ഇവർ ഈ വേഷങ്ങളൊക്കെ ചെയ്യുന്നത്. അവരെ വീട്ടുകാരും ഇവരൊക്കെ വ്രതം എടുത്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ വേഷം കെട്ടിക്കുന്നത്. അത്രയും ഒരു എന്താ പറയുക, മനസ്സിൽ ഭക്തി നിറഞ്ഞൊരു സമയം കൂടിയാണിത്. ഏതൊരാൾക്കും ഇത് കാണുമ്പോൾ മനസ്സിൽ കുറച്ചെങ്കിലും ഭക്തി ഉണരും, കൃഷ്ണനോടുള്ള സ്നേഹം